നിതീഷോ? നീ എന്തൊക്കെയാ ആകാശ ഈ പറയുന്നത്? ഞാൻ നിന്നെ കള്ളം പറയുന്ന ഗിരി. നിന്റെ കയ്യിലിരിക്കുന്ന കടലാസുകളെ സംസാരിക്കുന്ന തെളിവുകളാ. എടാ, ഇതെങ്ങനെ സംഭവിക്കും ആകാശേ? അവൻ എന്റെ സ്വന്തം അനിയനാ. ഞാൻ നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, അതേസമയം നിന്റെ ഈ കമ്പനിയിലെ ജോലിക്കാരനാണ്. എനിക്ക് നിന്നോട് കള്ളം പറഞ്ഞിട്ട് എന്ത് കാര്യം ഗിരി? നമ്മുടെ കമ്പനിയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ട്. ഇപ്പൊ പോയത് 25 കോടിയാ. ഇതിങ്ങനെ പോയാൽ ഇനി 250 കോടി പോവാൻ അധികം നേരം എടുക്കില്ല ഗിരി. ഇത് ചെയ്തവൻ ആരായാലും, അത് കമ്പനി ജീവനക്കാരനായിക്കോട്ടെ രക്തബന്ധത്തിൽപ്പെട്ടവനായിക്കോട്ടെ, അവനെ പോലീസിൽ ഏൽപ്പിച്ചേ പറ്റൂ. മുളയിലെ നുള്ളിയില്ലെങ്കിലും ഉണ്ടല്ലോ, അതേ വലിയ വൃക്ഷമായി പടർന്ന് പന്തലിക്കും. എടാ, പക്ഷെ നിതീഷ് സ്വന്തം കുടുംബത്തോട് നോ, അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിപ്പോഴും ഇഷ്ടം. നീ വാ. ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടും എടുത്തിയാടി തീരുമാനം എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. എന്താ നടന്നെന്ന് വെച്ചാൽ നമുക്കൊന്ന് അന്വേഷിക്കാം. മഹേഷേ, എന്താ താനീ കാണിക്കുന്നത്? You bastard. തെളിവ് നശിപ്പിച്ചാൽ ചെയ്ത കുറ്റങ്ങൾ തേഞ്ഞു മാഞ്ഞു പോകുന്നു നീ കരുതിയോ? നീ മിണ്ടിപ്പോകരുത്. എന്റെ കമ്പനിയിൽ നീ ജോലി ചെയ്തിട്ട് എന്റെ ഉപ്പും ചോറും തിന്നിട്ട് എന്നെ നീ ചതിക്കുന്നോടാ ബ്ലഡി. കമ്പനി അക്കൗണ്ടിന് ഇത്രയും വലിയൊരു തുക വെട്ടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാനത് കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചോ? എന്റെ അനിയനായി ഇവന്റെ റെക്കമെൻഡേഷൻ മാത്രമാണ് നിനക്ക് ഞാൻ ഈ കമ്പനിയിൽ ജോലി തന്നത്. എന്താ ഏട്ടാ, എന്താ പറ്റി? ഇവൻ എന്താ ചെയ്തേ? ഇവൻ കാണിച്ച തെമ്മാടിത്തരങ്ങൾ മുഴുവനെ ദാ ഈ പേപ്പറിലുണ്ട്, വായിച്ചു നോക്ക്. കോടിയോ? എന്താ മഹേഷ് ഇതൊക്കെ? കമ്പനി അക്കൗണ്ടിൽ ഇത്രയും വലിയൊരു തിരിമറി നടത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു മഹേഷേ? 25 കോടിയുടെ വെട്ടിപ്പാ ഇവൻ കമ്പനിയിൽ നിന്ന് നടത്തിയിരിക്കുന്നത്. ഇതൊന്നും അറിയാനും ശ്രദ്ധിക്കാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നിന്നെ ഓഫീസിലേക്ക് എന്നും കെട്ടിയെടുക്കുന്നത്? നീ ചതിച്ചതേ എന്നെ ഈ കമ്പനിയോ മാത്രമല്ലടാ. എന്നെ വിശ്വസിച്ച് നിനക്ക് ഈ കമ്പനിയിൽ ജോലി തന്ന എന്റെ ഏട്ടന്റെ വലിയ മനസ്സിനോട് തന്നെയാ നീ ഈ നെറുകേട് കാണിച്ചത്. നിനക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? അതിന് തെമ്മാടിത്തരാണോ പരിഹാരം? എന്നാലും മഹേഷേ, നീ കാണിച്ചത് മഹാ അപരാധമായി പോയി. ഇനി എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുത്. മതി. ഇനി ഇവനോട് സംസാരിക്കേണ്ടത് നമ്മളല്ല, പോലീസുകാരാ. കോൾ ദ പോലീസ്. ഏട്ടാ, ഇവൻ തെറ്റിയത് സത്യമാണ്. എന്നാലും അതിന്റെ പേരിൽ പോലീസ് കേസും കാര്യങ്ങളൊന്നും വേണ്ട. അത് വേണോ? വേറൊന്നുമല്ല, നമ്മുടെ കമ്പനിക്ക് തന്നെയല്ലേ എന്റെ നാണക്കേട്. SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിനല്ലേ അത് ബാധിക്കുക? ഇവനെ പോലെ ഒരു കാട്ടുകള്ളൻ കാരണം വെറുതെ നശിച്ചു പോകുന്നതല്ലടാ നമ്മുടെ റെപ്യൂട്ടേഷൻ. ഇവനെ നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചാൽ അതിന്റെ പേരിൽ നമുക്ക് നാണക്കേടല്ല ഉണ്ടാകാൻ പോകുന്നത്. മറ്റ് കമ്പനികൾക്കെല്ലാം അതൊരു പാഠമായിരിക്കും. കമ്പനികൾക്ക് മാത്രമല്ല, ഇതുപോലെ തട്ടിപ്പും വെട്ടിപ്പും കൈമുതലായി കൊണ്ടു നടക്കുന്ന മറ്റു തന്തയില്ലാത്തവന്മാർക്കും. അതെ ഗിരി, ഒരു കാരണവശാലും വെറുതെ വിടരുത് ഇവനെ. ഇവനെ മാത്രമല്ല, ഈ കള്ളത്തരത്തിന് ആരൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുണ്ടോ അവരെയും. സെക്യൂരിറ്റി സാർ, മഹേഷ് ഒറ്റയില്ല, തൽക്കാലം രക്ഷപ്പെട്ടു. ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോ നോക്കിക്കോ മോളെ, ഗിരി നിന്റെ അടിമയായിട്ട് മാറും.
ഭാര്യ വെച്ച് വിളമ്പുന്ന ആഹാരം കഴിക്കുന്നതേ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സുകൃതമാണ്. ഗിരിക്ക് വേണ്ടി നീ ആഹാരം പാകം ചെയ്യണമെന്ന് ഈ ദിവസം തന്നെ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഗിരിയുടെ ബിസിനസ് ടൂർ കഴിഞ്ഞ് ഗിരി ഇന്ന് അമേരിക്കയിൽ നിന്ന് വരുവാ. ഈ ദിവസം മാത്രമേ ഗിരിനെ നിനക്ക് പകൽ സമയത്ത് കിട്ടുള്ളൂ. എന്ന് വെച്ചാ നന്നായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് സൽക്കരിക്കാനുള്ള സമയം നിനക്ക് ഇന്നേ കിട്ടുള്ളൂന്ന്. പിന്നെ ഗൃഹപ്രവേശത്തിന്റെ അന്ന് തന്നെ തടിയും നിന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് അമേരിക്കക്ക് പോയതല്ലേ? ഇന്ന് അവൻ തിരിച്ചു വരുന്നത് കൊണ്ട് സാങ്കേതികമായി പറഞ്ഞ ഇന്നാണ് നിങ്ങളുടെ ആദ്യ രാത്രി. നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ ആദ്യമായിട്ട് പങ്കുവെക്കുന്ന ദിവസം. ഞങ്ങൾക്കിടയിലേ അങ്ങനെയൊന്നും ഇല്ല സ്നേഹ. എന്തുവാ? എങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി അഥവാ ഇല്ലെങ്കിൽ അതുണ്ടാവണം. അതിന്റെ ആദ്യപടിയായിട്ടാണ് നമ്മൾ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്. മനസ്സിലായോ? ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. സ്നേഹ എല്ലാ ദിവസവും ആകാശിന് ഇങ്ങനെ ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുക്കോ? പിന്നെ എനിക്കെന്താ വട്ടുണ്ടോ? അങ്ങനെയൊക്കെ എന്നും ചെയ്തു കൊടുത്തിട്ടേ നമ്മൾ ഒരിക്കലും ഭർത്താക്കന്മാരെ വഷളാക്കാനും പാടില്ല. വല്ലപ്പോഴും മാത്രമേ ഈ കലാപരിപാടികളൊക്കെ പാടുള്ളൂ. ഇല്ലെങ്കിലേ ഭർത്താക്കന്മാർക്ക് നമ്മളെ ഒരു വിലയും ഉണ്ടാവില്ല. അതും ഞാൻ പറഞ്ഞേക്കാട്ടോ. സ്നേഹ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് PhD എടുത്തിട്ടുള്ള ആളാണെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. അതെ, ഈ ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല, ഭർത്താവിനെ എങ്ങനെ വരച്ച വരയിൽ നിർത്താം എന്നതിൽ കൂടെ എനിക്കിപ്പോ ഡോക്ടറേറ്റ് ഉണ്ട്. അങ്ങനെയാണ് അക്കു പറയുന്നത്. ഉയ്യോ, ഗിരിയുടെ ഫ്ലൈറ്റ് ഇപ്പം ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. സുമി ഒന്ന് വിളിച്ചേ. അയ്യോ, നമ്മൾ എന്തിനാ വിളിക്കുന്നേ? എന്തായാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. സമാധാനമായിട്ട് വരട്ടെ. ഇതാണ് നിന്റെ കുഴപ്പം. ഭർത്താവിന് നമ്മൾ സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കാൻ പാടില്ല. സമാധാനം കൊടുത്താ പിന്നെ അതൊരു സ്വാതന്ത്ര്യമായിട്ട് അവരങ്ങ് എടുത്തു കളയും. എല്ലാ കാര്യത്തിലും നീ ഈ മര്യാദ കാണിച്ചാലുണ്ടല്ലോ, ഗിരി നിന്റെ പിടിന്ന് വിട്ടുപോകും. ഞാൻ പറഞ്ഞേക്കാം. അതെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളിൽ ഒന്നാണ് ഇതൊക്കെ. ഭർത്താവ് ഇപ്പൊ എവിടെയാണ്, ആരോടൊപ്പമാണ്, എന്ത് ചെയ്യണു, എപ്പ വരും, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം സുമി. ആണോ? പിന്നല്ലാതെ. ഉദാഹരണത്തിന് ഗിരി ഒരു ബിസിനസ് ടൂറിന് പോവാണെന്ന് വിചാരിക്കാം. അവൻ ഇവിടുന്ന് പോകുമ്പോഴേ ബൈ, പോയിട്ട് വരാം, ഞാൻ വിളിക്കാം, ഐ മിസ് യു എന്നൊക്കെ പഞ്ചാര വർത്താനൊക്കെ പറയും. പക്ഷെ അവിടെ ചെല്ലുമ്പോ അവരെല്ലാം അങ്ങ് മറക്കും. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് സർപ്രൈസ് ആയിട്ട് നമ്മൾ അവിടെ പറന്നെത്തണം. അയ്യോ, അതൊക്കെ അവർക്കൊരു ശല്യാവില്ലേ? അച്ചോടാ, ശല്യം ആവണം. ഭാര്യ ഭർത്താവിനൊരു ശല്യായിട്ട് മാറണം. എന്നാ മാത്രമേ അവര് നമ്മളെ പേടിക്കുള്ളൂ. നമുക്കൊരു വിലയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ആ, ഇനിയും നിനക്കറിയാത്ത എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു മോളെ. സമയം വരുമ്പോ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിനക്ക് പഠിപ്പിച്ചുതരാം. ഓ അതെ, ഇപ്പൊ നീ ഒന്ന് അവനെ വിളിച്ചേ, എന്നിട്ട് പെട്ടെന്ന് വരാൻ പറ. സുമി, വിളിക്കു സുമി. ഹോ. ഞാൻ പറഞ്ഞു നോക്കി, എനിക്ക് അത്രയും മിണ്ടിപ്പോകരുത് ആകാശേ, നിന്നോട് എനിക്ക് സംസാരിക്കണ്ട. ശരി, എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോവാം. നീ വാ, നീ എയർപോർട്ട് നേരെ ഇങ്ങോട്ടല്ലോ വന്നേ. അച്ഛമ്മയും സുമിതയും കാത്തിരിക്കുന്നുണ്ടാവില്ലേ? വേണ്ട, നിന്നോടൊപ്പം ഇന്നത്തെ ദിവസം ഞാൻ എവിടെയും വരുന്നില്ല. നീ ഇന്ന് എന്നെ ശരിക്കും വേദനിപ്പിച്ച ആകാശേ. തെറ്റുകൾ ചെയ്തത് മഹേഷാണ്. എന്നിട്ട് നീ ആ തെറ്റുകൾ എന്റെ അനിയൻ ചെയ്തതാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചു. എടാ, നമുക്ക് ആ മഹേഷിനെ കൈയോടെ പിടികൂടാൻ പറ്റിയില്ലായിരുന്നു, എന്ത് സംഭവിക്കുമായിരുന്നു? ഞാൻ നിതീഷിനോട് അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞു പോയിരുന്നെങ്കിലോ, അവനെ ഞാൻ തല്ലിയിരുന്നെങ്കിലോ? നീ പറ. ഇതല്ലാതെ ഞാൻ മറ്റെന്താ ചെയ്യേണ്ടിയിരുന്നേ? എടാ, കയ്യിൽ തെളിവ് കിട്ടിയോണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞേ. എടാ, എന്ത് തെളിവുകൾ ഉണ്ടെങ്കിലും അവൻ എന്റെ അനിയനാണ്. അവനെ അവിശ്വസിക്കാൻ നിനക്ക് എങ്ങനെയാടാ പറ്റിയത്?
അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഇടപാടിൽ അവനൊരു വീഴ്ച പറ്റിയെന്നുള്ളത് നേരാണ്. പക്ഷെ അത് വെറും ഒരു ശ്രദ്ധക്കുറവ് മാത്രമാണ്. എടാ, അതല്ലാതെ എന്റെ അനിയനൊരു കള്ളനൊന്നുമല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നീ എന്നോട് മിണ്ടാൻ വരണ്ട. എന്റെ കൂടെ നീ വീട്ടിലോട്ടും വരണ്ട. നീ ഇവിടെ തന്നെ ഇരുന്നാ മതി. ഞാൻ പോയിക്കോളാം വീട്ടിലോട്ട്. നല്ല വറുത്തരച്ച കോഴിക്കറിന്റെ മണം. അതെ അച്ഛമ്മേ, ഗിരി അമേരിക്കയിൽ നിന്ന് വരുന്നത് പ്രമാണിച്ച് സുമിത ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. അത് പിന്നെ ഈ ഉണ്ണിയപ്പവും പനീറും ആ, ഈ ഉണ്ണിയപ്പം മാത്രം ഞാൻ ഉണ്ടാക്കിയതാ. ബാക്കിയെല്ലാം ഗിരിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് സുമിത ഉണ്ടാക്കിയതാ. ദേ ചിക്കൻ കറി നോക്ക്. അസലായിട്ടുണ്ട്. നല്ല തലശ്ശേരി കോഴിക്കറി. ഇവിടുത്തെ കുശിനിക്കാരുണ്ടാക്കുന്നതേ ഇതിന്റെ 7 അലത്ത് പോലും വരൂല. ഇതൊക്കെ ഉണ്ടാക്കാൻ നിനക്ക് അറിയല്ലേ? പിന്നെ ഒന്നും അറിയില്ലാന്ന് പറഞ്ഞെന്താ? അന്നറിയില്ലായിരുന്നു, ഇപ്പൊ പഠിച്ചു. അത് നന്നായി. പിന്നെ ഇതെല്ലാം കാണുമ്പോ എന്തായാലും തക്കടൂര് സന്തോഷവും. അവൻ വയറ് നിറച്ച് ആസ്വദിച്ച് കഴിച്ചോളും. ഗൃഹപ്രവേശം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ തനിച്ചാക്കിട്ട് പോയതല്ലേ അവൻ. ഇനി വരട്ടെ. ഇന്ന് തന്നെ ഞാൻ വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട്. രുചി. നീ അവനൊന്നും കൂടെ വിളിച്ചേ വേഗം. എന്തിനാ? സുമി, അയ്യോ, 12 മിസ്ഡ് കോളോ? ഇതെപ്പോ സംഭവിച്ചു? എന്തായി? വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഷേടാ, ഈ ഗിരി എന്തോന്ന് തിരിച്ചു പോലും വിളിക്കാത്ത? വിളിക്കുന്നു. ഫൈനലി അവൻ വിളിച്ചു. എടുക്ക്. പക്ഷെ ആദ്യം നീ സംസാരിക്കരുത്. അവൻ എന്താ പറയണെന്ന് നോക്കാം. നീ വിളിച്ചപ്പോഴൊക്കെ അവൻ ഫോൺ എടുക്കാത്തേനെ അവൻ എന്താ കാരണം പറയണെന്ന് നോക്കാം. അതെ, നീ ഒട്ടും വിട്ടുകൊടുക്കരുത് കേട്ടോ. എടുത്തിട്ട് സ്പീക്കറിലിട്. ഹലോ, സംസാരിക്കാൻ പറ. ഹലോ. ഹലോ സുമിത. ഹലോ, കേൾക്കുന്നില്ലേ? എപ്പ വരും? ഹലോ, എപ്പ വരും? അല്ല, ഗിരി എപ്പ വരും? ഇതാരാ സംസാരിക്കുന്നത്? ഞാൻ തന്നെ സംസാരിക്കുന്നു. എന്താ എന്നെ തിരിച്ചു വിളിക്കാൻ ഇത്ര താമസിച്ചത്? ഞാൻ കുറച്ച് തിരക്കിലായി പോയി. അയ്യോ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ എന്തുവാ? ഉച്ചയ്ക്ക് വരുന്നല്ലേ എന്റെ അടുത്ത് പറഞ്ഞേ? അതുകൊണ്ട് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ച് ഞാൻ കാത്തിരിക്കായിരുന്നു. ഞാനതൊരു ഫ്ലൈറ്റ് വെച്ച് കഴിച്ചല്ലോ. ഇതൊക്കെ പിന്നെ ആരൊന്ന് കഴിക്കും. അത് കൊള്ളാലോ. എന്ത് പരിപാടിയാ കാണിച്ചത്? ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കാൻ ഇവിടെ ഞാനും, പുറത്തുനിന്ന് കഴിക്കാനായിട്ട് ഗിരിതറും. വെൽഡൺ. സുമിതേ, ആരാ അവിടെ അടുത്തുള്ളത്? ഞാൻ മാത്രമേ ഉള്ളൂ. എന്തേ? സുമിത, ഞാൻ അത്യാവശ്യമായിട്ട് ഇവിടെ ഒരു ജോലിയിലിരിക്കുക. ഇയാൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇയാൾ ആഹാരം കഴിച്ചോ. ഞാൻ ഫ്ലൈറ്റ് വെച്ച് കഴിച്ചു എന്ന് പറഞ്ഞല്ലോ. ഒരു മിനിറ്റ്. വെക്കല്ലേ. ഹലോ, ഇനി എന്ത് പറയാനാ? സുമിത, ഇനി മുതൽ ആഹാരം കഴിക്കാൻ പുറത്തു പോകണമെങ്കിൽ നിന്നെ വിളിച്ച് പറഞ്ഞിട്ട് വേണം പോവാന്ന് പറഞ്ഞു. ദേഷ്യത്ത് പറ. ഇനി മുതൽ ആഹാരം കഴിക്കാനായിട്ട് പുറത്തു പോകുന്നുണ്ടെങ്കിലേ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട്. സുമിത, ഇത് എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഹലോ, ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ ഇല്ലയോ ചോദിക്കാം. ഹലോ, നിങ്ങൾ ഇപ്പൊ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലയോ?
വേഗം വരണം. അപ്പൊ ശരി. ഓക്കെ. സൂപ്പർ. കുറച്ച് കടുത്തു പോയെന്ന് എനിക്ക് സംശയം. ഏയ് ഒട്ടും കടുത്തിട്ടില്ല, കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലേ അവനെ നിനക്ക് വരച്ച വരയിൽ നിർത്താൻ പറ്റില്ല. ആകാശിനെ ഞാൻ ചാടി നിർത്തുന്നത് നീ കാണാറുള്ളതല്ലേ. എന്തായിരിക്കും ഈ സുമിതയ്ക്ക് എന്താ വട്ടായോ? ഞാൻ വീട്ടിൽ പോവാ. അങ്ങനെയാണെങ്കിൽ ഞാനും വരാം. വാ. ഇന്നത്തെ ദിവസം നീ എന്നോട് മിണ്ടണ്ട. നീ ഇവിടെ തന്നെ ഇരുന്നാ മതി. ഞാൻ പോവാ. സുമിത യഥാർത്ഥ ഭാര്യമാരുടെ സ്വഭാവം കാണിച്ചു തുടങ്ങിയെന്നാ തോന്നുന്നേ. ശീലമായി കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ലടാ ഈ എന്നെ പോലെ. ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഇന്ന് ഓഫീസിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ. അതിനെക്കുറിച്ച് ഇനി എനിക്കൊന്നും പറയാനില്ല ഏട്ടാ. ഏട്ടന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി, അവിടെയുള്ള ഒരു സാധാരണ ജീവനക്കാരൻ മാത്രമല്ല ഞാൻ. അങ്ങനെ ഞാനിതുവരെ കരുതിയിട്ടുള്ളൂ. ഇല്ല നിധി, ഏട്ടനൊരു ഇറ്റ്സ് ഓക്കെ ഏട്ടാ. SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന സ്ഥാപനം, നിയമങ്ങളും തീരുമാനങ്ങളും എല്ലാം ഏട്ടന്റെ സ്വാതന്ത്ര്യമാണ്. ഏട്ടൻ എന്തും തീരുമാനിക്കാം, എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചേരുള്ളൂ എനിക്ക് സങ്കടം. അവന് വല്ലാത്ത സങ്കടമായി. എല്ലാം ആകാശിന്റെ എടുത്തിയാട്ടം കൊണ്ട് സംഭവിച്ചതാ. തക്കടു, എന്താ തക്കടു നീ ഇത്ര വൈകിയത്? ഞങ്ങൾ ഉച്ച മുതൽ നിന്നെ കാത്തിരിക്കായിരുന്നില്ലേ? ഓഫീസിൽ കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു അച്ഛമ്മേ. അതുകൊണ്ടാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ ഓഫീസിലേക്ക് പോകേണ്ടി വന്നത്. നിനക്ക് വേണ്ടി സ്വന്തം കൈകൊണ്ടൊക്കെ വെച്ചുണ്ടാക്കി കാത്തിരിക്കായിരുന്നു ഇവള്. ഒന്ന് ഇത്തിടം വരെ വന്ന് ഊണ് കഴിച്ചിട്ട് പോയാ നിനക്ക് എന്തായിരുന്നു നഷ്ടം? സാരല്ല അച്ഛമ്മേ, ഇനിയാണെങ്കിലും കഴിക്കാലോ. ഞാൻ അച്ഛനെ അത്താഴം എടുത്തു വെക്കാം. ചെല്ലേ. വേണ്ട, എനിക്ക് ഒട്ടും വിശപ്പില്ല. എടാ, കഴിച്ചിട്ട് പോവാനാ പറഞ്ഞത്. എടാ തക്കടോ, അതെ, കഴിച്ചില്ലെങ്കിൽ അവൻ കഴിക്കണ്ട. ഇന്ന് രാത്രി അവന് ജലപാനം കൊടുത്തു പോരുത്. ഒരു നേരം പട്ടിണി കിടക്കുമ്പോ പഠിച്ചോളൂ അവൻ, അഹങ്കാരി. ഗിരി അത്താഴം വേണ്ടെന്ന് പറഞ്ഞ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. നേരത്തെ എന്തൊക്കെയോ വലിയ ടെൻഷനിലാണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഭക്ഷണം വേണ്ടെന്ന് പറയില്ലല്ലോ. ദാ ഗിരിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഉണ്ട്. നല്ല വൈറ്റ് റൈസ്, ബട്ടർ ചപ്പാത്തി, വറുത്തരച്ച ചിക്കൻ കറി, ഉണ്ണിയപ്പം എല്ലാം ഉണ്ട്. മിക്കവാറും എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയിടാം. കഴിച്ചു കഴിഞ്ഞിട്ടേ ഗിരിക്ക് എന്നെ കുറ്റം പറയാനുള്ള സുവർണ അവസരം വിട്ടുകളയണ്ട. എനിക്ക് വിശക്കുന്നില്ലെന്ന് ഞാൻ മലയാളത്തിലല്ലേ തന്നോട് പറഞ്ഞത്. ഒന്നുമില്ലെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഗിരിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ലേ. എത്ര വിശപ്പില്ലെങ്കിലും ഒരല്പമെങ്കിലും ജസ്റ്റ് ഒന്ന് രുചിച്ചു നോക്കാനെങ്കിലും. നീ ഉണ്ടാക്കിയാണെന്ന് വെച്ച വേണ്ടെങ്കിലും ഞാൻ കഴിക്കണം. ഇത് എവിടുത്തെ മര്യാദയാണോ? മനുഷ്യനെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് സുമിത. പ്ലീസ് റെസ്പെക്ട് ദാറ്റ്.